ഹായ് എവരി വൺ, വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പം ഇന്ന് ഞാൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത്. സോ പോളിഗൺസ് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കൺസ്ട്രക്ഷൻസിൽ എല്ലാ സ്ഥലത്തും പോളിഗൺസിൻ്റെ വലിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. രണ്ടാമത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള റോബോട്ടിക്സ് നോക്കിക്കഴിഞ്ഞാൽ, റോബോട്ടിക്സിൽ റോബോട്ടിൻ്റെ പാത്തൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പോളിഗൺസ് ഷേപ്പാണ്. ആൻഡ് ഇൻ നേച്ചർ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള എക്സാമ്പിളാണ് ഹണികോംബ്. തേനീച്ചയുടെ കൂട്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ജിയോമെട്രി, ആൻഡ് ദാറ്റ്സ് ഓൾ. ആൻഡ് ഇൻ മെക്കാനിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നട്ട്സ്, ബോൾട്ട്സ്, അതെല്ലാം ജിയോമെട്രിക്കലി വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതാണ് ആപ്ലിക്കേഷനെ പറ്റിയുള്ളൊരു ഓവർവ്യൂ. അതൊരു പ്രോബ്ലം റിലേറ്റഡ് ആപ്ലിക്കേഷൻസിലേക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെ പറ്റിയിട്ടൊരു യൂണിക് സെഷൻ ചെയ്യുന്നതാണ്, ഈവൻ ഇൻ റോബോട്ടിക്സ് ആൻഡ് വൈ, എന്തുകൊണ്ട് തേനീച്ചകൾ ആ ഒരു ഷേപ്പിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു. ലോജിക്കാണ്, അതെല്ലാം പ്യുവർ ലോജിക്കലി ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രോബ്ലം വളരെ സിമ്പിളാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, ഇങ്ങനെയുള്ള നമ്മുടെ ജിയോമെട്രിക് ഷേപ്സിൻ്റെ ഒരു ശ്രേണി കൺസ്ട്രക്ഷനാണ്. അതിൽ വേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ആദ്യം വശങ്ങളുടെ എണ്ണം, അത് 3, 4, 5, 6. അതുപോലെ തന്നെ അകക്കോണുകളുടെ തുക, ഓരോന്നിൻ്റെയും അകക്കോണുകളുടെ തുക കണ്ടെത്തണം. അതുപോലെ തന്നെ പുറം കോണുകളുടെ തുക കണ്ടെത്തുക. ദെൻ ഒരു അകക്കോണിൻ്റെ അളവ്, പിന്നെ ഒരു പുറം കോണിൻ്റെ അളവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മളിവരെ റെഗുലർ പോളിഗൺസ് ആണെന്ന് പറയുന്നത്. ഇതൊരു 2 ഡയമെൻഷൻ ഷേപ്പാണ്. ഇത് നമ്മൾ പ്ലെയിനിൽ വരയ്ക്കുന്ന ഇമേജസ് ആണ്. അതിൻ്റെ സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. സൈഡ്സും ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്സിൻ്റെ അളവുകളെല്ലാം ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾസിൻ്റെ അളവുകളെല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിന് കുറച്ച് കീ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആക്ച്വലി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സൊല്യൂഷനിലേക്ക് ഡയറക്റ്റ് പോവാം. അപ്പോൾ ഡയറക്റ്റ് സൊല്യൂഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതാണ് എൻ്റെ സൊല്യൂഷൻ. ഞാനൊരു ടേബിളായിട്ട് ഞാൻ ഡയറക്റ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. സോ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻസ് ഇതാണ്. ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ്ലി യൂസ് ചെയ്തിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് അതിൻ്റെ ആൻസറിൻ്റെ ടേബിൾ. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഈക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള സൊല്യൂഷനാണ് ഞാൻ മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ലാത്തവർ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കുക. നമുക്ക് ആദ്യം സമഭുജ ത്രികോണത്തിൻ്റെ കാര്യം എടുക്കാം. ഓക്കെ, ഇതിന് 3 വശങ്ങളുണ്ടായിരിക്കും. ഈ 3 വശങ്ങളുടെയും അളവുകൾ തുല്യമായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, മേ ബി 3 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം 5 ആവാം. അതായത് 5, 5, 5, അല്ലെ 3, 3, 3, അല്ലെ 10, 10, 10. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതെത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് സിംപ്ലി ഒരു പ്രോബ്ലം ആയിട്ടുള്ള സ്ഥിതിക്ക് അതിൻ്റേതായ മര്യാദയ്ക്ക് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ആദ്യം വശങ്ങളുടെ എണ്ണം 3ആണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം അകക്കോണുകളുടെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത്, നമുക്കിപ്പം വശങ്ങളുടെ എണ്ണം അറിയാമെങ്കിൽ n-2 × 180. അതായത് വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറയ്ക്കുക, ശേഷം അതിനെ 180 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, സോ 3 - 2 × 180 which is equal to 1 × 180. 1 ഗുണിക്കണം 180 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അപ്പോൾ ആദ്യത്തെ ഉത്തരം കിട്ടി. അല്ല, രണ്ടാമത്തെ കേട്ടോ. അടുത്തത് പുറം കോണുകളുടെ തുക. പുറം കോണുകളുടെ തുകയുടെ കാര്യത്തിൽ ഒന്നും ആലോചിക്കാനില്ല. അതെപ്പോഴും ഒരു സ്ഥിരമായിട്ടുള്ള ആൻസർ ആയിരിക്കും, 360 ഡിഗ്രി. ഓക്കെ, ഈ ഇക്വേഷൻസിൻ്റെയൊക്കെ റീസൺ അറിയാൻ താല്പര്യമുള്ളവരും പറയേണ്ടതാണ്. അതൊക്കെ മുൻപ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തതേ ഉള്ളൂ. ബട്ട് ഇറ്റ് വിൽ ബി റിയലി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, എങ്ങനെ ഒരു ഇക്വേഷൻ വന്നു എന്നറിയുന്ന കാര്യവും നല്ല രസമുള്ള കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഒരു അകക്കോണിൻ്റെ അളവ്. ഒരു അകക്കോണിൻ്റെ അളവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കിപ്പം ഓൾറെഡി അറിയാം അകക്കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ ആയിരിക്കും നമുക്കറിയാലോ. എല്ലാം തുല്യമായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയ 180 ഡിഗ്രീനെ അതായത് വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. സോ ഡിവൈഡ് ബൈ 3 = 60 ഡിഗ്രീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാലാമത്തെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു, 60 ഡിഗ്രിയാണ്.
ഇതേ ലോജിക്ക് തന്നെയാണ് പുറം കോണിൻ്റെ അളവിനും യൂസ് ചെയ്യാം. കാരണം പുറം കോണുകളുടെ തുക നമുക്കറിയാം 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് വശങ്ങളുടെ എണ്ണം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് 3 ആണ്. സോ 360 ഹരിക്കണം 3 സമം 120 ഡിഗ്രി. ഓക്കെ നമുക്കിതിനെ ഇനി ജിയോമെട്രിക്കലി ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊരു സമഭുജ ത്രികോണത്തിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമാണ്, എല്ലാ ആംഗിൾസും തുല്യമാണെന്ന് കണ്ടു. നമുക്കിപ്പം ഒരു കോണിൻ്റെ അളവ് 60 ഡിഗ്രി എന്നറിയാലോ. സോ നമ്മളെല്ലാം മാർക്ക് ചെയ്യുന്നു. ഇത് 60 ഡിഗ്രി ഈച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുറം കോണിൻ്റെ അളവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 180 - 60 120 ഡിഗ്രീസ്. അതുപോലെ തന്നെ എല്ലാ വശത്തേക്കും നമ്മളിങ്ങനെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈച്ച് ആംഗിൾസ് എക്സ്റ്റേണൽ ആംഗിൾസ് നമുക്ക് 120 ഡിഗ്രീസ് ആണെന്ന് കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസൊക്കെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. അപ്പം വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു n ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വാരിയബിളിനെ അസൈൻ ചെയ്യുന്നു. വാരിയബിൾ എന്താണെന്ന് അറിയത്തില്ലാത്ത ആൾക്കാർ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ വശങ്ങളുടെ എണ്ണം n ആണെങ്കിൽ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180. അതായത് വശങ്ങളുടെ എണ്ണം എത്രയാണോ അതിൽ നിന്ന് 2 കുറയ്ക്കുക, ശേഷം 180 കൊണ്ട് ഗുണിക്കുക. അത്രേ ഉള്ളൂ. അടുത്തത് പുറം കോണുകളുടെ തുക ഒന്നും ആലോചിക്കാനില്ല, 360 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു അകക്കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അകക്കോണുകളുടെ തുക അറിയാലോ. അത് n-2 × 180 ആണ്. സോ അതിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. സോ ആ കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ n ചെയ്യുക. അവസാനത്തെ ചോദ്യം ഒരു പുറം കോണിൻ്റെ അളവ്. അപ്പോൾ ഒരു പുറം കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു പുറം കോണിൻ്റെ അളവ് സമം പുറം കോണുകളുടെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ആകെ എത്ര വശങ്ങളുണ്ടോ ആ സംഖ്യ കൊണ്ട് 360 ഹരിക്കുക. അത്രേ ഉള്ളൂ. കാരണം പുറം കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ 360 ഹരിക്കണം n. നമുക്കപ്പോൾ പെട്ടെന്ന് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് എഴുതിയിരിക്കുന്നു, റൈറ്റ് സൈഡിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സോൾവ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പം ആദ്യത്തെ നമ്മൾ സമഭുജ ത്രികോണത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വശങ്ങളുടെ എണ്ണം ഇവിടെ 3 ആണ്, നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്, അകക്കോണുകളുടെ തുക എത്രയാണ്? അപ്പോൾ n-2 × 180. സോ ഇവിടെ n = 3 ആയതുകൊണ്ട് 3 - 2 × 180. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മേലെ കിട്ടിയ ആൻസർ എത്രയാണോ അതിനെന്ത് ചെയ്യുക, നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 180/3 = 60 ഡിഗ്രീസ്. ഇനി സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്, അത് എപ്പോഴും അത് മാറത്തില്ല, ഓൾവേസ് 360 ഡിഗ്രീസ്. ഇനി 1 എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ അറിയാം 360. സോ ഡിവൈഡ് ബൈ n. സോ 360/3 = 120. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി നമുക്ക് സമചതുരത്തിൻ്റെ കാര്യം നോക്കാം. സെയിം ആണ്. ഓക്കെ, ജസ്റ്റ് ടു വാച്ച് ആൻഡ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. ആൻഡ് എൻഡിൽ ഞാൻ ഒരു കാര്യം കൂടി ചേർക്കുന്നു. അതായത് ഒരുപാട് ആൾക്കാർക്ക് അറിവുള്ള കാര്യമല്ല, നമ്മൾ ഈ റെഗുലർ പോളിഗൺസിനെ പറ്റി പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഹെക്സഗണൽ ചെസ്. നമ്മൾ 8x8 64 സ്ക്വയർ ചെസ് ബോർഡിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. ബട്ട് അതുപോലെയല്ല, ഇത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട്, അത് തന്നെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്. ബട്ട് അതിൻ്റെ ഒരുപടി മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ ഹെക്സഗൺ ബോർഡ് വരിക. ഓക്കെ, സോ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.